1610 ഗലീലിയോ ഗലീലി ജൂപ്പിറ്ററിന് ചുറ്റും വലം വയ്ക്കുന്ന 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയുണ്ടായി. ഗനിമേഡ്, യൂറോപ്പ, കല്ലിസ്റ്റോ, അയോ എന്ന പേരിലാണ് അവ 4ഉം അറിയപ്പെടുന്നത്. ഗലീലിയോ കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഈ 4 ചന്ദ്രന്മാരും ഗലീലിയൻ മൂൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നതും. പിന്നീട് 2011 ജൂപ്പിറ്ററിനെ വളരെ അടുത്ത് നിന്നുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനുമായി നാസ ഒരു ഉപഗ്രഹത്തെ അവിടേക്ക് അയക്കുകയുണ്ടായി. ജൂനോ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 2016 ആയപ്പോഴേക്കും അത് ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അതായത് അതിനുശേഷം ജൂപ്പിറ്ററിന് ചുറ്റുമായിട്ട് അത് വലം വയ്ക്കുകയാണ്. ഈ കാലയളവിൽ ജൂപ്പിറ്ററിൻ്റെ വളരെ അടുത്തു നിന്നുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. അതിനു പുറമെ പുതിയതായിട്ട് ചില ഉപഗ്രഹങ്ങളെ കൂടി കണ്ടെത്താനും ഇതിന് സാധിച്ചിരുന്നു. ഒരുപാട് ഉപഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ജൂപ്പിറ്റർ സിസ്റ്റം. അതിലെ പല ഉപഗ്രഹങ്ങളുടെയും വളരെ അരികിലൂടെ ഈ പേടകം കടന്നു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് അയോ. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സെലസ്റ്റിയൽ ബോഡി കൂടിയാണ് അയോ. ഈ അയോയുടെ വളരെ അരികിലൂടെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലും ഈ വർഷം ഫെബ്രുവരി മാസത്തിലും ജൂനോ കടന്നു പോവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ജൂനോയിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേലോഡുകളുടെ സഹായത്താൽ അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്യാൻ സാധ്യമായിരുന്നു. ആ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നാസയിലെ ഗവേഷകർ ഇപ്പോൾ ഒരു ആനിമേറ്റഡ് വീഡിയോ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതൊരു തടാകത്തിൻ്റെ ദൃശ്യമാണ്. അയോയിൽ അടങ്ങിയിരിക്കുന്ന ഒരു തടാകം. ആ തടാകത്തിൽ ഒഴുകുന്നത് സാധാരണഗതിയിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലമല്ല, മറിച്ച് ലാവയാണ്. ആ ആനിമേറ്റഡ് ദൃശ്യമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലാവയുടെ തടാകത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ചെറു ദ്വീപ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ തടാകത്തിൽ അടങ്ങിയിരിക്കുന്ന ലാവയുടെ പല ഭാഗങ്ങളും ഗ്ലാസ് പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നതാണ്. അത് ഗ്ലാസ് തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാനും സാധ്യമാകും. കാരണം നമ്മുടെ ഭൂമിയിൽ തന്നെ അത്തരത്തിൽ ലാവകൾ ഉറച്ചുണ്ടായിട്ടുള്ള ഗ്ലാസുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഭൂമിയിൽ ഒബ്സീഡിയൻ ഗ്ലാസ് എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ ആനിമേറ്റഡ് ചിത്രത്തിന് ആധാരമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അയോയും ജൂനോയും തമ്മിലുള്ള ദൂരം വെറും 1500 കിലോമീറ്ററുകൾ മാത്രമായിരുന്നു. ഈ ദൃശ്യത്തിൽ വലിപ്പം കുറഞ്ഞ ഒരു തടാകമായിട്ട് തോന്നിക്കുമെങ്കിലും ലോക്കി പെട്ടേര എന്ന ഈ തടാകത്തിൻ്റെ വീതി 200 കിലോമീറ്ററുകളാണ്. കൂടാതെ അയോയുടെ താപനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പഠനങ്ങൾ കൂടി നടത്താൻ ഇപ്പോൾ സാധ്യമായിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗം, അതായത് ഇക്വറ്റോറിയൽ ലൈൻ കടന്നു പോകുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താപനിലയുള്ളത്. ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ താപനില കുറയുകയാണ് ചെയ്യുന്നത്. താപനില എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ താപനിലയുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തരുത്. കാരണം ഇത് സൂര്യനിൽ നിന്നും വളരെയധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. തണുത്തുറഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത്. ജൂനോയുടെ അടുത്ത പഠന ലക്ഷ്യം ജൂപ്പിറ്ററിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക എന്നതാണ്. പക്ഷേ ജൂപ്പിറ്ററിൽ ഒരു തടാകമോ പുഴയോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ജലത്തെ കണ്ടെത്തുക? തീർച്ചയായിട്ടും ജലകണത്തെയാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ അവിടെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സാന്നിധ്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജൂപ്പിറ്ററിൽ തീർച്ചയായിട്ടും ജലകണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഒഴുകി നടക്കുന്നതല്ല. കാരണം അങ്ങനെ ഒഴുകി നടക്കാനായിട്ട് ജൂപ്പിറ്ററിന് കൃത്യമായിട്ടുള്ള ഒരു പ്രതലമൊന്നുമില്ല. അതൊരു വാതക ഭീമനാണ്. അതിൻ്റെ അന്തരീക്ഷവും പ്രതലവും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.